രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയിട്ട് ഉച്ചക്കലത്തേക്കുള്ള ചോറിൻ്റെ പരിപാടി നോക്കുകയാണ്. ഇന്നലത്തെ കുറച്ച് ചോറ് തിളപ്പിക്കാനുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തേക്ക് അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പണി കഴിയുമ്പോഴേക്കും ചോറ് റെഡിയായി കിട്ടുമല്ലോ. ഇന്ന് ഉച്ചക്ക് ഉരുളക്കിഴങ്ങും കക്കയും കൂടി ഇട്ടിട്ടുള്ള കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിക്കാൻ വെക്കാണ്. അതിലേക്ക് കക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കക്ക വേവിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അത് വേവണ സമയം കൊണ്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ വെക്കുന്നത്. തേങ്ങ വറുക്കാനായിട്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും വലിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് പച്ചമണം മാറുമ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. അതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ നന്നാക്കി എടുക്കണം കേട്ടോ. അപ്പോഴേക്കും കക്ക ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അരച്ച് അതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ വേഗം മെഴുക്ക് വരട്ടിയും ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ചോറും വേഗം വടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പണികളൊക്കെ ഒരുമാതിരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി, പിന്നെ കാണാം.